ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള കേരള പഴനി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ്. തൊടുപുഴയിൽ നിന്നും 4 കിലോമീറ്ററാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടുള്ളത്. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഒളമറ്റത്താണ് ഈ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ച് നിങ്ങൾ ഒളമറ്റം കവലയിലെത്തിയാൽ നിങ്ങൾക്ക് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തിച്ചേരാം. തറനിരപ്പിൽ നിന്നും 500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നീണ്ടു നിവർന്നെടുക്കുന്ന വലിയ ഒരു പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദർശനമായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. അതോടൊപ്പം തന്നെ ശാസ്താവും ഗണപതിയും രക്ഷസും ഉണ്ട് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിയാൽ കാണാൻ സാധിക്കുന്നത്. പ്രകൃതിരമണീയമായ നിരവധി കാഴ്ചകൾ നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് രോഗശാന്തിക്കായി ഭക്തജനങ്ങൾ നേരുന്ന ഉപ്പും കുരുമുളകുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് തുറന്ന് 10 മണിക്ക് ക്ഷേത്രനട അടയ്ക്കുക. ഞായറാഴ്ചകളിൽ 6 മണിക്ക് തുറന്ന് 10:30 വരെ ക്ഷേത്രനട തുറക്കുകയും ചെയ്തു പോരുന്നു. മലയാളപ്പഴനി ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും ഭക്തിയുടെ നിറവും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ അതിമനോഹരമായ ഭംഗിയും ആസ്വദിച്ചാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നും യാത്രയാവുന്നത്. ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് തൊടുപുഴയും മറ്റു പ്രദേശങ്ങളും മൂലമറ്റവും തുടങ്ങിയ പ്രദേശങ്ങളും നമുക്ക് വളരെ വ്യക്തമായ കാഴ്ച സമ്മാനിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രകൃതി മനോഹരമായ ഈ ഒളമറ്റം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഓരോ ഭക്തനും സമ്മാനിക്കുന്നത് ഭക്തിയുടെ നിറവും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഒരു അതിമനോഹരമായ കാഴ്ചകളുമാണ് സമ്മാനിക്കുന്നത്. ഈ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ ഒരു തീർത്ഥക്കുളം കൂടിയുണ്ട്. ആ തീർത്ഥക്കുളം ക്ഷേത്ര പരിപാടി കൂടി തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമ കൂടിയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മകരത്തിലെ തൈപ്പൂയവും അതുപോലെ സ്കന്ദഷഷ്ടിയുമാണ്. ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിലെത്തുന്ന ഓരോ ഭക്തനും ഇവിടെ എത്തുന്നതോടൊപ്പം തന്നെ ഭക്തിയും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ആ മനോഹാരിതയും ഒത്തുചേരുന്ന ഒരു ആത്മനിർവൃതിയാണ് കിട്ടുന്നത്. പ്രകൃതിയും ഭക്തിയും ഒന്നാവുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഓരോ ഭക്തനും ഉറവപ്പാറ നൽകുന്നത് നയനമനോഹരമായ കാഴ്ചകളാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിപുരാതനമായ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം തൊടുപുഴയിൽ നിന്നും 4 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാള പഴനി എന്നാണ് ഉറവപ്പാറ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഐതിഹ്യ കഥകളും ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. ഐതിഹ്യങ്ങളും ഐതിഹ്യ പെരുമകളും നിറഞ്ഞിരിക്കുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും ഇവിടുത്തെ ആചാരങ്ങൾ കൂടി പാലിക്കേണ്ടതാണ്. ഇതാ വഴി, മറ്റേ അവിടെ നിന്ന് കയറി തന്നെയല്ലേ നമ്മൾ കണ്ടപ്പോളേ ആ വഴിയത്.
ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് നിങ്ങൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്കും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ടാങ്ക് ഇരിക്കുന്നത്. ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ നയനമനോഹരമാണ്. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയുള്ള നിരവധി പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നിരവധി ഐതിഹ്യങ്ങളും ആചാരങ്ങളുമുള്ള ശ്രീ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും ഇവിടുത്തെ ആചാരങ്ങളെല്ലാം പാലിക്കേണ്ടതാണ്. ഭക്തിയും പ്രകൃതിയും ഒത്തുചേരുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എല്ലാവരും സഞ്ചാരികളുടെ ഒരു പറുദീസയാണ് ഇന്ന്. തൊടുപുഴ സിറ്റിയിൽ നിന്നും 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടൊക്കെയുള്ള ദൂരം. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരും സഞ്ചാരികളും ഉറവപ്പാറ സന്ദർശിക്കാനെത്തുന്നുണ്ട്. ഉറവപ്പാറയിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും അറിഞ്ഞ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുത് നമുക്ക് തിരിച്ചു വരാം. അതോടൊപ്പം തന്നെ ഉറവപ്പാറ ഭംഗിയായി സൂക്ഷിക്കേണ്ടത് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളുടെയും കടമ കൂടിയാണ്.